എന്റെ പ്രസംഗം മുഴുവൻ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. ഞാൻ നിലമ്പൂരിൽ പ്രസംഗിച്ചത് എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. ഒന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ പാവപ്പെട്ട ഒരു കർഷക തൊഴിലാളിയോ കയർ തൊഴിലാളിയോ കശുവണ്ടി തൊഴിലാളിയോ അവർക്ക് കിട്ടുന്ന നാമമാത്രമായ പെൻഷൻ, അവരുടെ എത്രയോ വർഷങ്ങൾ അവർ കഠിനാധ്വാനം ചെയ്ത് പിരിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന വയസ്സുകാലത്ത് കിട്ടുന്ന പെൻഷൻ ഉണ്ടാവും. ആ പെൻഷന്റെ കൂടെ വാർദ്ധക്യകാല പെൻഷന്റെ അവർക്ക് ആനുകൂല്യം അതും കൂടെ കിട്ടും. രണ്ടും കൂടെ കൂടിയാലും 1500 രൂപയെ വരത്തുള്ളൂ. ആ പെൻഷൻ മൾട്ടിപ്പിൾ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന പാവപ്പെട്ടവരായവരാണ്. അവരെല്ലാം പാവപ്പെട്ടവരാണ്. അത് പെൻഷൻ പരിഷ്കരണം എന്ന് പറഞ്ഞ് അതിനെ ഒന്നാക്കി മാറ്റി. ഒരു പെൻഷൻ എന്നിട്ട് 1000 രൂപയാക്കി കൊടുത്തു. എന്തിനാണ് 1000 രൂപയ്ക്ക് കൊടുത്തത്? ഞങ്ങൾ കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കും. പ്രകടന പത്രികയിൽ അവരുടെ വാഗ്ദാനമായിരുന്നു എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ കൊടുത്തിരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്താണ് 6-7 മാസം, ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ, 6-7 മാസത്തെ കുടിശ്ശികയുടെ 2 കുടിശ്ശിക തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് കൊടുത്തത്. ഇപ്പൊ ഏപ്രിൽ മാസം 24-ാം തീയതിയാണ് ഈ പുതിയ ഒരു കുടിശ്ശികയുടെ ഓർഡർ കേരള ധനകാര്യമന്ത്രിയുടെ ഉത്തരവ്. അതിൽ തന്നെ പറയുന്നു 1 മാസത്തെ കുടിശ്ശിക ഇതിന്റെ കൂടെ കൊടുക്കും. ഈ വിഷയം ഞങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കാലത്ത് ഉന്നയിച്ചിരുന്നു, നിയമസഭകളിൽ പലപ്പോഴും ഉന്നയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പെൻഷൻ സാധാരണഗതി കൊടുക്കുന്നുണ്ട്. പക്ഷെ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയാണ്. ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായിട്ട് ഇവർ കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെക്കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും പാവപ്പെട്ടവർക്കായി നൽകാൻ ഉദ്ദേശിച്ച ആ പെൻഷനെ നിങ്ങൾ പരിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ഈ പെൻഷൻ കുടിശ്ശികയ്ക്ക് എന്താണ്, കുടിശ്ശിക കൊടുക്കാനുള്ള പ്രയോറിറ്റി എന്താണെന്നാണ് എന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം. അതിനെ വളച്ചൊടിച്ച്, ആ ഒരു ഭാഗം മാത്രം വളച്ചൊടിച്ച് ഞാൻ ജനങ്ങളോട് കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന? മറുപടി പറയണം. കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി പറയേണ്ട കാര്യമുണ്ട്. എത്ര കോടി കുടിശ്ശികയുണ്ട് നമ്മുടെ ക്ഷേമനിധി ബോർഡുകൾക്ക് കൊടുക്കാൻ? എല്ലാ ക്ഷേമനിധികളും പാവപ്പെട്ട തൊഴിലാളികളുടെ ക്ഷേമനിധിയല്ലേ? ഇപ്പൊ പാവപ്പെട്ട തൊഴിലാളികൾ വർഗ പാർട്ടിയാണെന്നല്ല പറയുന്നത്. നമ്മുടെ ക്ഷേമനിധി ബോർഡുകളിൽ മാത്രം ഒരു സമ്പാദത്തിന് തയ്യാറാകും കൊടുക്കാനുള്ള കുടിശ്ശിക എത്രയാണ്? തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, എല്ലാത്തിനും കുടിശ്ശികയല്ലേ? നെൽകൃഷിക്കാരന് അവന്റെ നെല്ല് വിറ്റാ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ എത്ര നാളായി അതിനുവേണ്ടി സമരം ചെയ്തത്? നെൽകാർഷിക എന്തിനേറെ പറഞ്ഞ മൃഗങ്ങൾ കൊന്ന് മനുഷ്യന്മാരുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച നഷ്ടപരിഹാരത്തിന് സമയത്തിന് കൊടുക്കാൻ ഇവർ തയ്യാറാവുണ്ട്. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടാക്കി അത് സമയത്തിന് കൊടുക്കുന്നുണ്ടോ? അപ്പൊ ഇത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെ സാമ്പത്തിക രംഗത്ത് അവർക്കുള്ള പ്രയോറിറ്റി വേറെ ചില കാര്യങ്ങളാണ്. സർക്കാരിന്റെ PR-ന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന് പണം ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ പടം വെച്ച വാർത്തകൾ എല്ലാ ദിവസവും കാണാനുണ്ട്. അതിന് പണത്തിന് ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇത് ചൂണ്ടിക്കാണിച്ചതിന് അവർക്ക് ജാള്യത ഉണ്ടായതിന് പുറത്ത് ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവർ മറുപടി പറയട്ടെ.